അപ്പോൾ ഇന്നത്തെ വീഡിയോ മോർണിംഗ് സ്ട്രെച്ചിങ് എക്സസൈസുകളെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പും സ്ട്രെച്ചിങ് എക്സസൈസുകൾ അത്യാവശ്യമാണ്. നമ്മുടെ ബോഡി നല്ല രീതിയിൽ വാം ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഇഞ്ചുറികളൊക്കെ നമുക്ക് അതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ബോഡിയുടെ ചിലർക്ക് ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡെയിലി സ്ട്രെച്ചിങ് എക്സസൈസിലൂടെ നല്ല രീതിയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ബോഡി നല്ലൊരു ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ നമുക്ക് എപ്പോഴും കൊണ്ടുനടക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെക്കിൽ നിന്ന് തന്നെ സ്ട്രെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നെക്ക് ഇതുപോലെ ഒന്ന് സൈഡിലേക്കൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. നിങ്ങൾ ഷോൾഡറിലേക്ക് ടച്ച് ആവുന്ന പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഒരു 10 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക. തിരിച്ചതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്യുക. സെക്കൻഡ് കൈകൾ ഇങ്ങനെ നെക്കിൻ്റെ പുറകിലേക്ക് ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം താഴേക്ക് ഡൗൺ ചെയ്യുക, ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഇതും ഒരു 10 സെക്കൻഡ് ചെയ്യുക. അതിനുശേഷം ചിന്ന് ഇതുപോലെ ഒന്ന് അപ്പ് ചെയ്യുക. നെക്സ്റ്റ് കൈ ഇതുപോലെ തിരിച്ച് ഓപ്പോസിറ്റ് സെയിം അതുപോലെ. അതിനുശേഷം കൈ ഇതുപോലെ തന്നെ റിസ്റ്റിൽ ക്യാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഹെഡിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഈ ഒരു പാർട്ട് മൊത്തം സ്ട്രെച്ച് ആവുന്ന രീതിയിൽ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്തേക്കും വലിച്ച് ടൈറ്റ് ചെയ്യുക. അതേ മൊമെൻ്റ് തന്നെ എൽബോയിൽ ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലേക്ക് ഇതുപോലെ മുകളിലേക്കൊന്ന് അപ്പ് ചെയ്യുക. അതും ഓപ്പോസിറ്റ് ചെയ്യുക. ഇതെല്ലാം നിങ്ങളൊരു 10 സെക്കൻഡ് വീതം ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അതിന് കൈ ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് വെക്കുക. കൈ ബെൻഡ് ആവാതെ, എൽബോ ഫോൾഡ് ആവാതെ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യുക. പാം ഫുള്ള് ഉള്ളിലേക്ക് എല്ലാ വിരലും ചേർത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നേരെ താഴെ ഇതെല്ലാം ഒരുമിച്ച് തന്നെ താഴേക്കും ടൈറ്റ് ചെയ്ത് വെക്കുക. അതും 2 സൈഡ് വീതം സെയിം മൂവ്മെൻറ്റ് തന്നെ ചെയ്യാം. അതിനുശേഷം കാലുകൾ ഇതുപോലെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് കൈ ഇതുപോലെ ഒരു കൈ ഇതുപോലെ റൈസ് ചെയ്യുക, അടുത്ത കൈ താഴേക്ക്. എന്നിട്ട് ബോഡി ഒരു വശത്തേക്ക് ഇതുപോലെ ഒന്ന് ടൈറ്റ്. നിങ്ങളുടെ തലയും കൈകളും എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഈ ഒരു പൊസിഷനിലേക്ക് പോവാതെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് നിൽക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും 10 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക. തിരിച്ച് അടുത്തൊരു മൊമെൻറ്റ് കൈകൾ രണ്ടും നമ്മളെ ഹിപ്പിലേക്ക് ഇതുപോലെ വെക്കുക. അതിനുശേഷം സീറ്റ് വശം ഒന്ന് മുന്നിലേക്ക് പ്രസ് ചെയ്യുക. ഹിപ്പൊന്ന് മുന്നിലേക്ക് പ്രസ് ചെയ്യുക. ബോഡി ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്യുക. തിരിച്ചു വരുന്ന സമയത്ത് അതുപോലെ തന്നെ താഴേക്ക് ഡൗൺ ചെയ്യുക. ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഉള്ളിലേക്ക് ബെൻഡ് ചെയ്യാതെ നടുവ് നേരെ നിർത്തിക്കൊണ്ട്, നിങ്ങൾ നട്ടല് നേരെ നിർത്തിക്കൊണ്ട് ചെസ്റ്റ് വശം മുകളിലേക്കൊന്ന് റൈസ് ചെയ്തുകൊണ്ട് ഇതിനെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഒരു ബെൻഡ് വരാതെ ഇതുപോലെ തന്നെ അത് താഴേക്ക് വിടാൻ ശ്രമിക്കും. മാക്സിമം കിട്ടുന്ന പോലെ നിങ്ങൾ താഴേക്ക് വിടുക. തിരിച്ചു അടുത്തായിട്ട് നമുക്ക് ലോവർ ബോഡിക്ക് കാലിലേക്ക് സ്ട്രെച്ച് കൊടുക്കും. ലെഗൊന്ന് ഇതുപോലെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ടോ പുറത്തേക്ക് തിരിച്ചിട്ട് ഇവിടെ നിന്ന് ഹിപ്പൊന്ന് താഴേക്കൊന്ന് ഇതുപോലെ ഡൗൺ ചെയ്ത് കൊടുക്കും. ഓപ്പോസിറ്റ് ഈ ഒരു സൈഡിലേക്കും അതുപോലെ ഡൗൺ ചെയ്ത് ബോഡി ബെൻഡായി പോവാതെ സ്ട്രെയിറ്റ് ആക്കി വെക്കാൻ ശ്രമിക്കും ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ സൈഡിലേക്ക് ലെഗ് ഇതുപോലെ ഒന്ന് മടക്കുക, താഴേക്ക് ഇരിക്കുക. ആ സമയത്ത് ടോ മുകളിലേക്ക് വരുന്ന രീതിയിൽ, ഹീല് താഴെയും ടോ മുകളിലേക്ക് വരുന്ന രീതിയിലും ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ കാഫ് അതുപോലെ ഹാംസ്ട്രിങ് മസിൽസ് ഇതെല്ലാം നല്ല ടൈറ്റ് ആയിരിക്കുള്ളൂ. എന്നിട്ട് കൈ ജസ്റ്റ് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് ഇതുപോലെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ഒരു മൂവ്മെൻറ്റ്. നിങ്ങൾ സ്ട്രെച്ച് ഫ്രീ ആവും തോറും നിങ്ങൾക്കിത് താഴേക്ക് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് വന്ന് താഴേക്ക് ഇരിക്കാൻ പറ്റും. ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് ചെയ്യാൻ സാധിക്കും. സ്ട്രെച്ച് മാക്സിമം ഫ്രീ ആവുന്നതനുസരിച്ച് ബോഡി ഇതുപോലെ തന്നെ 2 സൈഡിലേക്കും ചെയ്യാൻ പറ്റുന്നു. അടുത്തത് ഇതുപോലെ ഫ്ലോറിൽ നിങ്ങൾക്ക് താഴെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന സ്ട്രെച്ചുകളാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ നേരെ ഇരിക്കുന്ന പൊസിഷനിൽ 2 കാല് നീട്ടിച്ച് അതിന് ഒരു കാല് ഇതുപോലെ ഒന്ന് മടക്കുക.
എന്നിട്ട് മുട്ടുകാൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നീ മടക്കിയിട്ട് ബാക്കിലേക്ക് ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പൊസിഷനിലേക്ക് വെക്കുക. എന്തോരം ബാക്കിലേക്ക് ചെയ്യാൻ പറ്റും അത്രയും കിട്ടും. ഈ കാല് സ്റ്റഡി ആക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ 2 കൈയും കൊണ്ടുവന്നിട്ട് ഈ കാലിൻ്റെ ടോയിലേക്ക് ഇതുപോലെ ഒന്ന് ക്യാച്ച് ചെയ്യുക. ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി മാക്സിമം ഡൗൺ ആയി വരുന്നു. ഈ നെയ്യിലേക്ക് വരുന്ന രീതിയിൽ മാക്സിമം ഡൗൺ ആയിട്ട് വരും. കിട്ടും. ഒന്ന് ഹോൾഡ് ചെയ്യുക, 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റിലീസ് ചെയ്യുക. തിരിച്ച് റിലീസ് ചെയ്ത് നിങ്ങൾ അപ്പ് ചെയ്യുന്ന സമയത്ത് ബോഡി ഒന്ന് ഇതുപോലെ ബാക്കിലേക്കൊന്ന് ടേൺ ചെയ്യുക. ഈ ഒരു വശം ബാക്കിലേക്ക് ടേൺ ആവുന്ന രീതി നന്നായിട്ട് തിരിയുന്ന രീതിയിലൊന്ന് ടേൺ ചെയ്ത് വെക്കുക. അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ ഇവിടെ വരിക, ടച്ച് ചെയ്തിട്ട് തിരിച്ച് പോവുക. പോകുന്ന സമയത്ത് ഫുള്ളായിട്ട് ബോഡി ടേൺ ചെയ്യാൻ നോക്കുക. ഈ ഒരു മൂവ്മെൻറ്റ് ഒരു 10 തവണ വീതം 2 ലെഗിനും സെയിം ഇതുപോലെ തന്നെ ഇതുപോലെ കാല് ചേഞ്ച് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുമ്പോൾ ഇതേ ഒരു മൂവ്മെൻറ്റ് 2 സൈഡിലേക്കും ചെയ്യുക. നമ്മുടെ ഒരു ടച്ച് ചെയ്യുക, തിരിച്ച് അടുത്തൊരു മൂവ്മെൻറ്റ് ഇതുപോലെ തന്നെ ലെഗ് വെക്കുക. അതിനുശേഷം ഒരു കാല് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യുക. ഈ പാദം നമ്മുടെ ചെസ്റ്റിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് മാക്സിമം അടുപ്പിച്ച് കൊണ്ടുവരും. സമയം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ലെഗും ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊണ്ടുവരിക. ചെസ്റ്റിലേക്ക് ടച്ച് ആവുന്ന രീതിയിൽ തിരിച്ച് റിലീസ് ചെയ്യുക. ഒരു 3 തവണ വീതം 2 സൈഡും മാറി മാറി ചെയ്യുക. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.